ടൈഫോയിഡ് ഓർ ട്യൂബർക്കുലാർ അൾസർ ഒരു കൺസൈൻസ് കമ്പാരിസണാണ് ബേസ്ഡ് ഓൺ ദ കീ ഫീച്ചേഴ്സ്. ഇവിടെ സംഭവിക്കുന്നത് ഹാർട്ട് റേറ്റ് വളരെ കുറയും, റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ ആൻഡ് റോസ് സ്പോട്ട് റാഷ്. ടൈഫോയിഡ് അൾസർ, ട്യൂബർക്കുലാർ അൾസർ. ടൈഫോയിഡ് അൾസർ എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലാണ്, ട്യൂബർക്കുലോസിസിൻ്റെ ട്രാൻസ്വേഴ്സാണ്. സാൽമോണല ടൈഫി ആണെങ്കിൽ ട്യൂബർക്കുലാർ അൾസറിൻ്റെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. സൈറ്റ് എന്ന് പറയുന്നത് ടെർമിനൽ ഇലിയം പേഴ്സ് പാച്ചസ്. ട്യൂബർക്കുലാർ അൾസറിലും ടെർമിനൽ ഇലിയം സീക്കം. ഡെപ്ത് സൂപ്പർഫിഷ്യലാണ്. ടൈഫോയിഡിൻ്റെ ട്യൂബർക്കുലാറിൻ്റെ ഡെപ്തിലേക്ക് പോകും. പെർഫറേഷൻ കോംപ്ലിക്കേഷനാണ്. സ്ട്രിക്ചർ ഓർ ഒബ്സ്ട്രക്ഷൻസ് ആണ് ട്യൂബർക്കുലാർ അൾസറിൻ്റെ. ടൈഫോയിഡ് അൾസർ പെർഫറേഷനാണ്. ടെർമിനൽ ഇലിയം പേഴ്സ് പാച്ചസ്. ലിംഫ് നോട്ട് എൻലാർജ്ഡ്. ടൈഫോയിഡിന് എൻലാർജ്ഡ്. പിന്നെ ട്യൂബർക്കുലാർ അൾസർ. ടൈഫോയിഡ് തിങ്ക് ലോങ് ആൻഡ് തിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ പെർഫറേഷൻ. ട്യൂബർക്കുലാർ അൾസറും തിക്ക് ട്രാൻസ്ഫർ സ്ട്രക്ചർ എങ്ങനെയാണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിഗാർഡ് ടു എൻഡറിക് പെർഫറേഷൻ ആർ കറക്റ്റ്? സാൽമോണല ടൈഫ് അത് കറക്റ്റാണ്. ഫോർ ദ എൻഡറിക് പെർഫറേഷന് തീർച്ചയായിട്ടും പെർഫറേഷൻ കാണും. പിന്നെ ടൈഫോയിഡിൽ എൻഡറിക് പെർഫറേഷൻ സ്കാബ്ലി ഒക്കേഴ്സ് ഡ്യൂറിങ് തേർഡ് വീക്ക് ഓഫ് ഇൽനെസ്. ടെർമിനൽ ഇലിയം ഈസ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ എൻഡറിക് പെർഫറേഷൻ. ടൈഫോയിഡ് അൾസർ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനലിയാണ്, ട്രാൻസ്വേഴ്സൽ. ഒരു 30-year-old പ്രസൻറ്റ് വിത്ത് ഫീവർ, ഹെഡേക്ക്, അനോറക്സിയ, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ. ഓൺ എക്സാമിനേഷൻ ഈസ് കോട്ടഡ് വിത്ത് അബ്ഡോമിനൽ ടെൻഡർനെസ്, സോഫ്റ്റ് splenomegaly, relatively bradycardia and rose spot rash, mostly like the enteric fever. ഒരു 35-year-old male patients with enteric fever present with a sudden onset of generalized abdominal pain, abdominal distension, abdominal pain വന്നു പെട്ടെന്ന് തന്നെ സഡൻ ഓൺസെറ്റ് ഓഫ് അബ്ഡോമിനൽ പെയിൻ, അതുപോലെ വയറങ്ങ് വീർത്തു, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഛർദി, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഫോർ ലാസ്റ്റ് 48 hours. ഓൺ എക്സാമിനേഷൻ നോക്കിയപ്പം ഡീഹൈഡ്രേറ്റഡ് വിത്ത് പൾസ് റേറ്റ് 110, BP 160, ദർ ഈസ് ജനറലൈസ്ഡ് ടെൻഡർനെസ്, റീബൗണ്ട് ടെൻഡർനെസ് പ്രസൻറ്റ് ആൻഡ് ബ്രോഡ് ലൈക്ക് റിജിഡിറ്റി ഓൺ പെർ അബ്ഡോമിൻ എക്സാമിനേഷൻ. മോസ്റ്റ് ലൈക്ലി കോംപ്ലിക്കേഷൻ ഓഫ് എൻഡറിക് ഫീവർ ഇൻ ദിസ് പേഷ്യൻ്റ് ഈസ് സ്മോൾ ബവൽ എൻഡറൈറ്റിസ്, സ്മോൾ ബവൽ പെർഫറേഷൻ. ഇവിടെ സ്മോൾ ബവൽ പെർഫറേഷനാണ്. സൈൻസ് ഓഫ് പെരിറ്റോണൈറ്റിസ് എന്ന് പറയുമ്പോൾ ജനറലൈസ്ഡ് ടെൻഡർനെസ്, റീബൗണ്ട് ടെൻഡർനെസ്, ബ്രോഡ് ലൈക്ക് റിജിഡിറ്റി, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ആൻഡ് ഇറിറ്റേഷൻസ് ഓഫ് ദ പെരിറ്റോണിയം, അതുപോലെ ഡീഹൈഡ്രേഷൻ, ടക്കിക്കാർഡിയ ആൻഡ് BP ഹൈപ്പോടെൻഷൻ ഓർ ദ BP 100/60 mmHg, സജസ്റ്റീവ് ഓഫ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആൻഡ് സാൽമോണല ടൈഫി ഓഫൺ കോസസ് നെക്രോസിസ് ഇൻ പേഴ്സ് പാച്ചസ് ഇൻ ദ ടെർമിനൽ ഇലിയത്തിൽ. പേഴ്സ് പാച്ചസിലാണ്, ടെർമിനൽ ഇലിയത്തിലെ പേഴ്സസ് പാച്ച് ലീഡിങ് ടു വാട്ട്? പെർഫറേഷൻ. സാൽമോണല ടൈഫി. ജെനൈറ്റൽ ട്യൂബർക്കുലോസിസ് മോസ്റ്റ് കോമൺ സിംറ്റംസ്. ഇൻഫെർട്ടിലിറ്റി കൂടും, മോസ്റ്റ് കോമൺ സിംറ്റം. ക്രോണിക് പെൽവിക് പെയിൻ ഉണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചാൽ അഡ്ഹഷൻസ്, ഇൻഫ്ലമേഷന്. ഡിസ്പ്രപ്ഷൻ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾസ് ആണ്, ഒലിഗോമെനോറിയ. പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, പീരിയഡ്സ് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് ഉണ്ടാവും. റയർ ഇൻ ജെനൈറ്റൽ TB, സീൻ ഇൻ എൻഡോമെട്രിയൽ കാർസിനോമ. ബീഡഡ് അപ്പിയറൻസ് ഓഫ് ബ്ലോക്കഡ് ഫലോപ്പിയൻ ട്യൂബ്സ് ഓൺ HST. ജെനൈറ്റൽ ട്യൂബർക്കുലോസിസ്. ക്രോണിക് എൻഡോമെട്രിയറ്റിസ്, ഫൈബ്രോസിസ് ആൻഡ് സ്കാറിങ്. യൂട്രൈൻ ക്യാവിറ്റി റെഗുലറാണ്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ ഡിസ്റപ്ഷൻ ആവും, ഒലിഗോമെനോറിയ. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്? ജെനൈറ്റൽ ട്യൂബർക്കുലോസിസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ഉണ്ടോ? പോസ്റ്റ് മെനോപോസൽ വളരെ റയറായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്, റയർ ഇൻ ജെനൈറ്റൽ TB. അപ്പം ജെനൈറ്റൽ TBയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, ക്രോണിക് പെൽവിക് പെയിൻ ഉണ്ടാവാം, ഒലിഗോമെനോറിയ ഡിസ്ട്രപ്ഷൻ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ ജെനൈറ്റൽ ട്യൂബർക്കുലോസിസിൽ കാണാം എന്ന് മനസ്സിലാക്കുന്നു. അബ്ഡോമിനൽ ട്യൂബർക്കുലോസിസ്. അബ്ഡോമിനൽ ട്യൂബർക്കുലോസിസിൻ്റെ മോസ്റ്റ് കോമൺ സൈറ്റ് ഇലിയോസീക്കൽ റീജിയനാണ്. ഡിയോഡിനം, ജജനം, ഇലിയം, സീക്കം. ഇലിയോസീക്കൽ റീജിയനാണ്. അത് സ്പ്രെഡ് വയ സ്വാലോഡ് സ്പ്യൂട്ടം, ഹെമറ്റോജീനിയസ് ഓർ ലിംഫാറ്റിക്. അത് ലിംഫാറ്റിക്സിലൂടെ പോകും. ഇഞ്ചക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് സ്പ്യൂട്ടം.
ഇൻഡസ്ട്രിയൽ ടി ബി കോമണ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇലിയോസീക്കൽ ഏരിയയിലാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ സ്ട്രിക്ചേഴ്സും മാസസും ഒക്കെ ഫോം ചെയ്യും. ഡിഫൈൻഡ് മാസ് ഓവർ ദ റൈറ്റ് ലോവർ ക്വാഡ്രൻ്റ്. അതുപോലെ തന്നെ പെരിറ്റോണിയൽ ടി ബി കോസസ് സൈറ്റിസ് വിത്ത് ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ്. ലിംഫാഡിനൈറ്റിസ് അഫക്റ്റഡ് മീസെൻട്രിക് നോഡ്. സിംറ്റംസ് എന്താണ്? പനി, വെയിറ്റ് കുറയുന്നു, രാത്രി നൈറ്റ് സ്വെറ്റ്സ്, അൾട്ടർനേറ്റിംഗ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ, അൾട്ടേർഡ് ബൗൾ ഹാബിറ്റ്സ്, ഫ്ലഫി ഫീൽ, അബ്ഡോമിനൽ സ്റ്റിച്ച്. ഇമാജിങ് CT അൾട്രാസൗണ്ട് നമുക്ക് നോക്കാം. ആൻഡ് ബവൽ തിക്കണ്ടാവും. ലിംഫഡിനോപ്പതി, ബവൽ ഒബ്സ്ട്രക്ഷൻ വിത്ത് പുൾഡ് അപ്പ് സീക്കർ. ബയോപ്സി എടുക്കാം. കൺഫേംസ് ദ കേസിയേറ്റിംഗ് ഗ്രാൻഡോമ. അസൈറ്റിക് ഫ്ലൂയിഡ്, ഹൈ പ്രോട്ടീൻ ലിംഫോസൈറ്റ് റിച്ച് ഇൻ പെരിറ്റോണിയൽ ടി ബി. ട്രീറ്റ്മെൻറ്റ് ആൻറ്റി ട്യൂബർക്കുലർ തെറാപ്പി. അതുപോലെ 6 to 6 to 9 മാസം വരെ സർജറി ഫോർ കോംപ്ലിക്കേഷൻ ഒബ്സ്ട്രക്ഷൻ പെർഫറേഷൻ ഹിസ്റ്ററി. എ 22-year-old ഫീമെയിൽ വന്നു. ഹിസ്റ്ററി ഓഫ് മലേസ്, ചുമ, ക്ഷീണം, അൾട്ടർനേറ്റീവ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ വിത്ത് ഇൻ്റർമീഡിയറ്റ് അബ്ഡോമിനൽ പെയിൻ ഉണ്ട്. 6 മാസമായിട്ട്. ഷീ ഓൾസോ കംപ്ലൈൻസ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ. ലാസ്റ്റ് ഓൺ എക്സാമിനേഷന് ഒരു ഡഫി ഫീൽ ഉണ്ട്. along with an ill-defined mass over the right lower quadrant. She is suffering from ileocecal tuberculosis. Okay.